ബഡീസ് നാട്ടിലോ പച്ച പിടിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ദൂരേക്കൊന്ന് മാറി നിന്ന് നോക്കിയാലോ. എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത്. കോഴിക്കോടുള്ള ധനുഷ് എന്ന സുഹൃത്ത് വിളിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നത്. എൻ്റെ കേട്ടറിവിൽ ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതുവരെയും എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ട്രെയിൻ പുലർച്ചെ 2:15 ചേച്ചി മൈക്കിലൂടെ ഓരോ ട്രെയിൻ വരുന്നതും പോകുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. ഒന്നും നോക്കിയില്ല ബഡീസ്, ട്രെയിൻ കയറി. എന്തായാലും നല്ല കാര്യത്തിനല്ലേ പോകുന്നത്, അപ്പോൾ AC തന്നെ ബുക്ക് ചെയ്തിട്ടോ. എന്നിട്ടും ട്രെയിൻ എത്തുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ആലോചിച്ചേ ഉള്ളൂ, പോകണോ വേണ്ടേ, തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ. ട്രെയിൻ എത്തിയതും കയറിയതും ഉറങ്ങിയതും മാത്രമേ ഓർമ്മയുള്ളൂ. നേരം വെളുത്തു, സേലം എത്തി. പല്ല് തേക്കാനായിട്ട് ബ്രഷും കോൾഗേറ്റും എടുത്ത് നേരെ ബാത്റൂമിലേക്ക്. AC കമ്പാർട്ട്മെന്റിൽ AC ബാത്റൂം ആയിരിക്കുമെന്ന് എൻ്റെ ഏതോ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. അതേതായാലും പച്ച കള്ളമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതും കഴിഞ്ഞ് ഡോറിന്റെ സൈഡ് പോയി നിന്ന് കാറ്റും കൊണ്ട് പ്രകൃതി ആസ്വദിച്ചു. ബാംഗ്ലൂർ എന്ന് പറയുന്ന എട്ടും പൊട്ടും അറിയാത്ത ഒരു നാട്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വീർപ്പുമുട്ടലും ഹൃദയമിടിപ്പും കൂടുന്ന പോലൊരു തോന്നൽ. ആരെയും അറിയാത്ത, ആരെയും പരിചയമില്ലാത്തൊരു നാട്. അവിടെ പോയി എന്ത് സംസാരിക്കണമെന്നറിയില്ല. എനിക്കാണേലോ തീരെ കന്നഡ ಗೊತ್ತಿല്ല. പക്ഷേ അവിടെ പോയിട്ട് അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ഐഡിയ എൻ്റെ ഉണ്ടായിരുന്നു. അവിടെ പോയാലും വെറ്റില മുറുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാൻ. രണ്ടാമത് നെറ്റിയിലൊരു കുങ്കുമക്കുറി. ആകെ മൊത്തത്തിൽ ഒരു റൗഡി ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഫേവറേറ്റ് ആയ ഒരു മിഠായിയാണ് കാൻഡിമാൻ. അങ്ങനെ ആ മിഠായി എടുത്ത് വായിലിട്ട് നുണഞ്ഞു. പറഞ്ഞ പോലെ ഞാൻ ബാംഗ്ലൂരിലേക്ക് എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ. നിങ്ങൾ ഈ വണ്ടി പ്രാന്ത് കേട്ടിട്ടില്ലേ? ആ പ്രാന്ത് എനിക്കുണ്ട് ബഡീസ്. ബാംഗ്ലൂരിലേക്ക് ഡ്രൈവറായിട്ടാണ് ഞാൻ പോകുന്നത്. ഊബർ ടാക്സി എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. അടുത്തൊരു ഫേവറേറ്റ് ഐറ്റമാണ് മാൾക്കിസ്റ്റും ചായയും. അങ്ങനെ ചായ കുടിച്ച് മാൾക്കിസ്റ്റ് കഴിച്ചിരുന്നു. എല്ലാ സമയത്തും ബാംഗ്ലൂരിന്റെ അതേ ചിന്ത മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടും എന്നുള്ള ഉറച്ച വിശ്വാസം ഇപ്പോഴും ഉണ്ട് കേട്ടോ മനസ്സിൽ. AC കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വല്ലാത്തൊരു തണുപ്പ്. അതുകൊണ്ട് ഞാൻ പുതപ്പെടുത്ത് പുതച്ചിരുന്നു.